നീ ഇരിക്കുന്ന കസേര ഇരിക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ട് നിന്നെ ഇരുത്തിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന സകല നന്മയും നിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് കിട്ടിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന നന്മയുടെ പുറകിൽ കണ്ണുനീരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒന്നുകിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെ നിന്റെ അപ്പൻ്റെ അമ്മയൊരു കുഞ്ഞായിരിക്കുമ്പോൾ, നീയും നിന്റെ സഹോദരങ്ങളെയും നിരത്തി ഉറക്കിക്കിടത്തിയിട്ട് നീ ഉറങ്ങിയപ്പോഴും ഉറങ്ങാൻ നിന്റെ അപ്പൻ അരികിലിരുന്നു, നിന്റെ അമ്മയും അരികിലിരുന്നു. നീ ഉറങ്ങിയപ്പോഴും അവരുറങ്ങാതിരുന്ന് കരഞ്ഞു. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്കൂളിൽ വിടും, എവിടുന്ന് മാറി ഉടുക്കാൻ കൊടുക്കും, എവിടുന്ന് ഫീസ് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി ദൈവസ്ഥന് കരഞ്ഞ് 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 കണ്ണുനീർ കൊണ്ട് അവർ നിൻ്റെ ദേഹം നനച്ചു. ആ കണ്ണുനീർ തമ്പുരാൻ തുരുത്തിയിലാക്കി വെച്ചു. ആ കണ്ണുനീർ ദൈവസ്ഥലെത്തി. ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ദൈവം നിൻ്റെ അപ്പനോട് ചെയ്ത, നിൻ്റെ അമ്മയോട് ചെയ്ത ദൈവ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ് ഈ രാവിലെ നീയും നിൻ്റെ തലമുറയും അനുഭവിക്കുന്ന നന്മയെന്ന് നീ മറക്കരുത്. ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, സകല ഉറവയും അടഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീർ കണ്ട്, നിന്റെ അപ്പൻ്റെ കണ്ണുനീർ കണ്ട്, നിന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീയും നിന്റെ തലമുറയിൽ കുടിക്കുന്നതെന്ന് നീ മറക്കരുത്. നാം അനുഭവിക്കുന്ന നന്മ നമ്മുടെ യോഗ്യതയല്ല, കണ്ണുനീരിൻ്റെ മറുപടിയാണ്. ഒരുപക്ഷെ അത് കാണാൻ നിന്റെ അപ്പനെന്ന് ജീവനോടില്ലായിരിക്കാം, അമ്മ ഇല്ലായിരിക്കാം. പക്ഷെ ഈ നന്മ മുഴുവൻ എല്ലാ ഉറവയും അടഞ്ഞപ്പോൾ കണ്ണുനീര് കണ്ട് ദൈവം തുറന്നുറവയാ.